സോളാർ സമരം ആരംഭിച്ചത് VSന്റെ വാശിയിലെന്ന് ചെറിയാൻ ഫിലിപ്പ്. സമരം പ്രായോഗികമല്ലെന്ന് CPMൽ ചർച്ച ഉണ്ടായിരുന്നു. തിരുവഞ്ചൂരിന്റെ വീട്ടിൽ പോയത് താനും ബ്രിട്ടാസും ഒന്നിച്ചെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനോദ് ചേർന്നുണ്ട്. വിനോദ്, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം വന്നത്. തന്നെ ഇങ്ങോട്ടാണ് CPM വിളിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണം പങ്കുവയ്ക്കുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം പുറത്തു വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്? തീർച്ചയായും വിഷ്ണു, ചെറിയാൻ ഫിലിപ്പ് പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കാൻ LDFനും UDFനും ഒരേപോലെ ആഗ്രഹമുണ്ടായിരുന്നു. കലാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന്റെ അനന്തരഫലമായിട്ടാണ് സമരം അവസാനിച്ചത്. താനും ജോൺ ബ്രിട്ടാസും ഒന്നിച്ചാണ് തിരുവഞ്ചൂരിനെ കാണാൻ പോയത്. തിരുവഞ്ചൂരുമായി കണ്ട സമയത്താണ് ഇത്തരം ചർച്ചകൾ രൂപപ്പെട്ടത്. അത് CPM നേതാക്കളിലേക്ക് എത്തിച്ചത് ജോൺ ബ്രിട്ടാസാണ്. കാരണം അദ്ദേഹം പാർട്ടി മെമ്പറാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിലാണ് അദ്ദേഹം ചർച്ചകൾ കൊണ്ടുപോയത്. ഈ രണ്ടു കൂട്ടർക്കും ഒരേപോലെ ആഗ്രഹമുണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ പിടിവാശി മൂലമാണ് ഇത്തരം വലിയൊരു സമരത്തിന് ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത് എന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് വിഷ്ണു. വിനോദ, ഒരുപക്ഷെ നമുക്കറിയാം ഇത്തരത്തിൽ ആ ഒരു സമയത്തെ മുഖ്യമന്ത്രിയായിരുന്നത് മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയായിരുന്നു. അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വിഭാഗം അന്ന് കോൺഗ്രസിലുണ്ടായിരുന്നു. അവർ തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലുള്ളൊരു ഈ ഒരു സമരത്തിന് ആവശ്യകത ഉണ്ടായിരുന്നത്. അവർക്കും ആവശ്യമായിരുന്നില്ല ഇത്തരം ഒരു സമരം. അതും ഈ ഒരു പരസ്പര ധാരണയ്ക്ക് കാരണമായി എന്ന് വേണ്ടേ പറയാൻ? അല്ല, ഈ അത്തരം ധാരണകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചെറിയാൻ ഫിലിപ്പ് അത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. അത് തനിക്കറിയില്ല, അത്തരം കാര്യങ്ങൾ അറിയില്ല. എന്തായാലും LDFന്റെയും UDFന്റെയും അവർ ആന്തരികമായി ആഗ്രഹിച്ച പ്രകാരമാണ് ഇത്തരം ഒരു സമരം അവസാനിച്ചത്. അതിന് താനൊരു ഇടനിലക്കാരനായി എന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ വിഷ്ണു.